ഹായ് ഗായ്സ്, നിങ്ങളുടെ പാർവതി ഇവിടെയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ മൈൻഡ് ബ്ലോ ചെയ്ത ഒരു കൊറിയൻ മൂവിയുടെ സ്റ്റോറിയാണ്. എ ഡേ, അല്ലെങ്കിൽ ഹരു എന്നാണ് പേര്. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇത് വേറെ ലെവലാണ്. സ്പോയിലർ അലേർട്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റോറി തുടങ്ങുന്നത് നമ്മുടെ മെയിൻ ഹീറോ ലീ ജൂൺ യങ്ങിൽ നിന്നാണ്. ഒരു സൂപ്പർ ടാലൻറ്റഡ് സർജനാണ് പുള്ളി. ഓൾമോസ്റ്റ് ഒരു സെലിബ്രിറ്റി ഡോക്ടർ എന്ന് പറയാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നം, കുറച്ച് സെൽഫിഷാണ്. സ്വന്തം കരിയറിനും ഫെയിമിനുമാണ് എപ്പോഴും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത്. മകൾ യൂൻജുങ്ങുമായി വലിയ ക്ലോസ്നെസ് ഒന്നുമില്ല. ഒരു ദിവസം വിദേശത്ത് നിന്ന് സക്സസ്ഫുള്ളായി തിരിച്ചു വരികയായിരുന്നു ജൂണിയങ്. മകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തണം, പുതിയ സൈക്കിൾ വാങ്ങണം എന്നൊക്കെയാണ് പ്ലാൻ. പക്ഷേ ഒരു കാർ ആക്സിഡന്റ് കാണുന്നു. ആ മകൾ യൂൻജുങ് ആണ് ആക്സിഡന്റിൽ മരിക്കുന്നത്. അയാൾ ഷോക്കായി ഫെയിൻ്റ് ആവുന്നു. ഉണരുമ്പോൾ അതേ ദിവസം, അതേ ടാക്സി, അതേ പാട്ട്. എന്താ സംഭവമെന്ന് മനസ്സിലാവാതെ പുള്ളി ഒരു ടൈം ലൂപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് റിയലൈസ് ചെയ്യുന്നു. ഓരോ ദിവസം ഉണരുമ്പോഴും മകളുടെ മരണം നേരിട്ട് കാണാൻ ഫോഴ്സ്ഡ് ആവുന്നു. പാവം. തുടക്കത്തിൽ ഫുള്ള് ഭ്രാന്തിനെ പോലെ മകളെ രക്ഷിക്കാൻ ഓരോ ട്രിക്സും ചെയ്യുന്നുണ്ട്. റോഡ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ടാക്സി ഡ്രൈവറോട് വേറെ വഴിക്ക് പോകാൻ പറയുന്നു. പക്ഷേ നോ യൂസ്. ആക്സിഡന്റ് എന്തായാലും സംഭവിക്കും. അങ്ങനെ ഒരു ലൂപ്പിൽ അയാൾക്ക് വേറൊരാളെ മീറ്റ് ചെയ്യുന്നു, കിം മിൻഷോൾ. ഒരു ആംബുലൻസ് ഡ്രൈവറാണ് പുള്ളി. മിൻഷോളും ഇതേ ലൂപ്പിലാണ്. പക്ഷേ അയാളുടെ വൈഫ് മീക്യുങ് ആണ് അതേ ആക്സിഡന്റിൽ മരിക്കുന്നത്. മിൻഷോളിന് ജൂണിയങ്ങിനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം അവൻ്റെ കാർ എപ്പോഴും ആക്സിഡന്റ് സൈറ്റിലുണ്ടാവും. മാത്രമല്ല, മുൻപ് ജൂണിയങ് കാരണം തൻ്റെ വൈഫിനൊരു മിസറി സംഭവിച്ചിട്ടുണ്ടെന്നും അയാൾ വിശ്വസിക്കുന്നു. തുടക്കത്തിൽ ഫുൾ ഫൈറ്റും മിസ്ട്രസും ആയിരുന്നു. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരുന്നു. ലൂപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഓരോ ക്ലൂസും കണക്ട് ചെയ്യാൻ നോക്കുന്നു. എന്തിനാണ് ലൂപ്പ്, ആരാണിതിൻ്റെ പിന്നിലെന്നൊക്കെ. അപ്പോൾ വരുന്നു ബിഗ് ട്വിസ്റ്റ്. മെയിൻ സ്പോയിലറാണ് കേട്ടോ. ഈ ആക്സിഡന്റ് ഒരു ആക്സിഡന്റ് അല്ല, ഒരു റിവെഞ്ചാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഇൻസിഡന്റുമായി ഇതിന് ബന്ധമുണ്ട്. മിൻചോളിന്റെ വൈഫ് മിക്യുങ്ങിന് ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ച് ജൂണിങ്ങിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പക്ഷേ ജൂണിങ് ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സന്റെ സർജറിക്ക് വേണ്ടി മിക്യുങ്ങിന്റെ സർജറി പോസ്റ്റ്പോൺ ചെയ്യുന്നു. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് കിട്ടാത്തതുകൊണ്ട് മിക്യുങ്ങിന് പക്ഷാഘാതം വന്ന് ശരീരം തളരുന്നു. മിൻചോൾ ഇത് സഫറിംഗ് കണ്ട് ഫുൾ ഹെൽപ്ലെസ് ആയിരുന്നു. ഇപ്പോൾ ലൂപ്പിൽ മരിക്കുന്ന മൂന്നാമതൊരു ക്യാരക്ടറുണ്ട്, ഒരു ടാക്സി ഡ്രൈവർ. ഈ ടാക്സി ഡ്രൈവറാണ് മിൻചോളിന്റെ വൈഫിന് ആക്സിഡന്റ് വരുത്തിയ വില്ലൻ. മിൻഷോൾ തന്റെ വൈഫിന്റെ അവസ്ഥയ്ക്ക് പ്രതികാരമായി ഈ ഡ്രൈവറെ കൊല്ലാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ആ പ്ലാനിൽ അബദ്ധത്തിൽ സ്വന്തം വൈഫും ജൂണിങ്ങിന്റെ മകളും കൊല്ലപ്പെടുന്നു എന്ന സത്യം അയാൾക്ക് അറിയുന്നില്ല. അതായത് ഈ ലൂപ്പിന്റെ കാരണം മിൻഷോളിന്റെ റിവെഞ്ച് പ്ലാനാണ്. ആ ഡ്രൈവറെ കൊല്ലാനുള്ള ശ്രമം അറിയാതെ തന്റെ പ്രിയപ്പെട്ടവരെയും ജൂണിങ്ങിന്റെ മകളെയും ഇല്ലാതാക്കുന്നു. ദ എൻഡിങ്. ഈ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി ജൂണിയങ് ലൂപ്പ് എൻഡ് ചെയ്യാനുള്ള ഒരേ വഴി മിൻഷോളിന്റെ റിവെഞ്ച് തടയുക എന്നതാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് മിൻഷോളിന്റെ വൈഫിനെ പൂർണ്ണമായി രക്ഷിക്കില്ല. കാരണം അവൾക്ക് പക്ഷാഘാതം വന്നത് ജൂണിയങ്ങിന്റെ പഴയ സെൽഫിഷ് ഡിസിഷൻ കാരണമായിരുന്നു. ഒരുപാട് ഫൈറ്റുകൾക്കും സ്ട്രഗിൾസിനും ശേഷം ജൂണിയങ് മിൻഷോളിന്റെ പ്ലാൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവസാനം ഒരു ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ്. ഈ ലൂപ്പ് അവസാനിക്കാൻ ജൂണിയങ് സ്വയം സാക്രിഫൈസ് ചെയ്യണം. മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാൾ ആക്സിഡന്റിൽ സ്വയം ഉൾപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്റെ മുൻപുള്ള തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നു. അവസാനം ലൂപ്പ് എൻഡ് ചെയ്യുന്നു. യൂൻജെങ് സേഫായി ജീവിക്കുന്നു. പക്ഷേ ജൂണിയങ് അവിടെ ഇല്ല. മിൻഷോളിന്റെ വൈഫ് മിക്യുങ് പക്ഷാഘാതമില്ലാതെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നു. ലൂപ്പ് എൻഡ് ചെയ്തെങ്കിലും മെമ്മറീസ് ബാക്കിയാണ്. മിൻഷോൾ ജൂണിയങ്ങിനോട് കടപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. മൈൻഡ് ബ്ലോയിങ് അല്ലേ ഇത്? ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ തോട്ട്സ് എന്താണ്? കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ.